ഒരു നറുക്കെടുപ്പ് ചടങ്ങ് ഇവിടെ നടത്തുന്നതാണ്. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന തിരഞ്ഞെടുക്കുന്ന 5 ഭാഗ്യശാലികൾക്ക് സ്വർണ്ണ കോയിനാണ് സമ്മാനമായി നൽകാൻ പോകുന്നത്. നിങ്ങൾ ആരും 5 ഭാഗ്യശാലികളും ഇപ്പൊ ഇവിടെ തന്നെ ഉണ്ട്. വൺസ് അഗെയിൻ എല്ലാവരെയും ഈ ഒരു മംഗള മുഹൂർത്തത്തിലേക്കും നമ്മുടെ സന്തോഷത്തിലേക്കും സ്വാഗതം ചെയ്യുകയാണ്. നമസ്കാരം, എല്ലാവരും ഹാപ്പി അല്ലേ? നമ്മുടെ ഗസ്റ്റുകളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. പ്രിയപ്പെട്ട യുവ MP പ്രിയങ്കരനായ A.A. റഹീം അവർകൾ, അതുപോലെ തന്നെ മുൻ ആരോഗ്യമന്ത്രിയും നേരത്തെ ഇവിടുത്തെ MLA ആയിരുന്ന പ്രിയപ്പെട്ട ശ്രീ ശിവകുമാർ സാർ, അതുപോലെ തന്നെ ഇവിടെ എത്തിച്ചേരാമെന്ന് പറഞ്ഞിട്ടുള്ള പ്രിയപ്പെട്ട VV രാജേഷ് അവർകൾ, അതുപോലെ ശ്രീ പെരിങ്ങമല രാമചന്ദ്രൻ, അതുപോലെ ശ്രീമതി ഗായത്രി ബേബു, അതുപോലെ നമ്മുടെ സീനിയർ ആർട്ടിസ്റ്റുകളായ അനുമോൾ, ഷിയാസ്കരീം, പ്രിയപ്പെട്ട നമ്മുടെ തമ്പുരു ധന്യ, പ്രിയമുള്ളവരെ, രാജകുമാരി ഗ്രൂപ്പിന്റെ പ്രിയപ്പെട്ട ഡയറക്ടേഴ്സ്, അതുപോലെ തന്നെ നമ്മുടെ പ്രിയങ്കരായ സഹപ്രവർത്തകർ, മറ്റ് സഹകച്ചവടക്കാർ, പ്രിയപ്പെട്ട രാജകുമാരിയുടെ എല്ലാമായ നമ്മുടെ പ്രിയപ്പെട്ട ജീവനക്കാരെ, സഹപ്രവർത്തകരെ, രാജകുമാരിയെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായ ഒരു സുദിനം കൂടിയാണ്. രാജകുമാരി ഗ്രൂപ്പിന്റെ ഗോൾഡ് ആൻഡ് ഡയമണ്ടിന്റെ 3 നിലകളിലായി നേരത്തെ ഉണ്ടായിരുന്ന ഡിസൈനർ സ്റ്റുഡിയോടൊപ്പം നമ്മൾ ഇപ്പോ പുതുതായി വെഡ്ഡിംഗ് സെന്ററായി ഓപ്പൺ ചെയ്യുകയാണ്. നിരവധിയാർന്ന കസ്റ്റമേഴ്സിന്റെ അഭിപ്രായം മാനിച്ച് വിരലിലെണ്ണാവുന്ന കുറച്ചു പേർ ചേർന്ന് ഇവിടെ പ്രിയപ്പെട്ട VV രാജേഷ് വേദിയിലേക്ക് വരുന്നു. ഒരു സംരംഭമാണ് ഇത്. കേരളത്തിലെ ഏറ്റവും കോമ്പറ്റ് ചെയ്യുന്ന മുൻനിര ബ്രാൻഡുകളിലൊന്നായി രാജകുമാരിമാർ. അതിന്റെ പിന്നിൽ വലിയ നിലയിലുള്ള ഏതെങ്കിലും ഒരു എന്താ പറയാ വായിൽ സ്വർണ്ണക്കരണ്ടിയുമായി പിറന്നു വീണ ആളുകളൊന്നുമല്ല എല്ലാവരും. വന്നവരല്ല എന്ന് ഞാൻ പറഞ്ഞു. സാധാരണക്കാരന്റെ വേദനകളും സാധാരണക്കാരന്റെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും അറിയാം എന്നുള്ളത് കൊണ്ടുകൂടിയായിരിക്കും. മറ്റിതര സ്ഥാപനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ രാജകുമാരി അതിന്റെ ബ്രാൻഡിംഗ് നിലവാരത്തിൽ മാത്രമല്ല ഒരുപടി മുന്നിൽ നിൽക്കുന്നത് ചാരിറ്റി പ്രവർത്തനങ്ങളിൽ, സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളിൽ അവരുടെ ഒരു കടമയായി അവർ ഏറ്റെടുക്കുകയാണ്. സോഷ്യൽ റെസ്പോൺസിബിലിറ്റി തങ്ങളുടെ ഉത്തരവാദിത്വമായിട്ട് രാജകുമാരി കാണുകയാണ്. ആശംസിച്ചുകൊണ്ട് ഈ വളരെ ധന്യമായ ഈ മനോഹരമായ നിമിഷത്തിൽ സാക്ഷ്യം വഹിക്കുന്ന മുഴുവൻ വിശിഷ്ട വ്യക്തികളെയും എല്ലാവരെയും മുഴുവൻ ജീവനക്കാരെയും എല്ലാം സ്നേഹപൂർവ്വം അഭിവാദ്യം ചെയ്തുകൊണ്ട് എല്ലാവരോടും സ്നേഹം പങ്കുവെച്ചുകൊണ്ട് അഡ്വാൻസ് ആയിട്ട് ഒരു നല്ല ഓണം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് രാജകുമാരിയുടെ ഈ സംരംഭം ഔപചാരികമായി നിങ്ങളുടെ മുഴുവൻ പേരുടെയും അനുമതിയോടുകൂടി നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി, പ്രത്യേകിച്ച് വേദിയിലിരിക്കുന്ന മുഴുവൻ പേർക്കും വേണ്ടി ഞാൻ ഉദ്ഘാടനം ചെയ്തതായി ആദരപൂർവ്വം അറിയിക്കുന്നു.
പ്രിയമുള്ളവരെ, ഔപചാരികമായ രാജകുമാരി വെഡിങ് സെന്ററിന്റെ ഇനാഗുറേഷനാണ് നടക്കുന്നത്. പ്രിയങ്കരനായ എംപിയും നമ്മുടെ മുൻ ആരോഗ്യമന്ത്രി ശിവകുമാർ സാർ, വ്യാപാരി വ്യവസായിയുടെ ഞങ്ങളുടെ നേതാക്കൾ, നമ്മുടെ കുടുകുട ചിരിപ്പിക്കുന്ന അനുമോളും ഷിയാസും തമ്പുരും പി വി രായ സാർ BJPയുടെ ജില്ലാ പ്രസിഡന്റും ഇവിടുത്തെ നഗരസഭയുടെ പ്രതിപക്ഷ നേതാവുമാണ്. പിന്നെ നമ്മുടെ വാർഡ് കൗൺസിലർ, എല്ലാവരും കൂടി ഒരു മംഗള മുഹൂർത്തം ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ്. എല്ലാവരും നല്ല കൈയടി കൊടുക്കണം. നമ്മുടെ ആദ്യ വിൽപ്പനയാണ്. ബഹുമാന്യനായ ക്യാമറ തടസ്സം ഉണ്ടാക്കരുത്. മനോരമ, മാതൃഭൂമി തുടങ്ങിയ എല്ലാ ലീഡിംഗ് ചാനലുകളും എല്ലാ ചാനൽ പ്രവർത്തകരും ഉള്ളതാണ്. ക്യാമറ പറഞ്ഞു നിൽക്കുന്നത്. കൊടുത്തോ അടുത്തൊന്ന് വാങ്ങി. കൊടുത്തോ ക്യാമറയിലോട്ട് നോക്കാം. മാറിക്കളയല്ലേ എടുത്തിട്ടൊന്ന് മാറി. ഓക്കെ ഇവിടെ ഒന്ന് നോക്കിയാട്ടെ, എല്ലാവരും ഇവിടെ നോക്കിയാട്ടെ. എല്ലാ ക്യാമറയും നോക്കിയോ ഇവരോട് ഇനി அந்த ஊர்ல போனோம் அந்த இடத்துல நம்ம புது கடை ஆரம்பிக்கும். ஓகே சார், அவர் கரெக்ட் வந்தது கேட்டா ഹായ്, നമസ്കാരം. ഞങ്ങളിപ്പോ രാജകുമാരിയുടെ 6ാമത്തെ വെഡിങ് സെന്ററിലാണ് നിൽക്കുന്നത്. ഇനാഗ്രേഷൻ കഴിഞ്ഞു. ഇപ്പോ 3rd ഫ്ലോർ അല്ലേ, 3rd ഫ്ലോറിലാണ് നിൽക്കുന്നത്. ഒരുപാട് സന്തോഷം. എപ്പോഴത്തെപ്പോൾ തന്നെയാണ്. ഞങ്ങൾ ഗസ്റ്റ് ഒന്നും അല്ല അല്ലേ, ഫാമിലിയാണ്. പിന്നെ ഈ ഒരു 6ാമത്തെ വെഡിങ് സെന്ററിന്റെ ഇനാഗ്രേഷന് ഞങ്ങളെ ക്ഷണിച്ചു.
ഞങ്ങൾ എല്ലാവരും ഫാമിലിയോട് എത്തി. ഇക്ക നമുക്കിത് സ്റ്റാർമേന്റെ ഷൂട്ട് ഉണ്ടായിരുന്നു. ഞങ്ങളതിന് പോവാതാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. വിളിച്ചു പറഞ്ഞതുകൊണ്ട് നമ്മള് പിന്നെ ഇങ്ങോട്ട് തന്നെ വരാൻ നമ്മൾ രാജകുമാരിയുടെ എല്ലാ പരിപാടിയും നമ്മൾ അറ്റൻഡ് ചെയ്യാറുണ്ട്. കാര്യം പറഞ്ഞാൽ നമുക്ക് രാജകുമാരി അത്രയും വേണ്ടപ്പെട്ടവരാണ്. അതുകൂടാതെ തന്നെ നമ്മളോടൊപ്പം തമ്പുരു ജോയിൻ ചെയ്തിട്ടുണ്ട് അല്ലേ. ആളും കൂടെ വളരെ സന്തോഷമുണ്ട്. ആദർശിക്കാണ് ഇവിടെ ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്തത്. ആദർശിക്ക ടീമിനെ എല്ലാവർക്കും നന്ദി. ഞാൻ ആക്ച്വലി ട്രിവാൻഡ്രത്ത് ആഫ്റ്റർ ലോങ് ടൈമാണ് ഇങ്ങനെ ഒരു സ്ഥാപനത്തിന്, അതും രാജകുമാരി എന്ന് പറഞ്ഞാൽ ഇപ്പോഴും യാത്ര ചെയ്യുന്ന ഒരു വഴിയാണ് ഈ ഹൈവേ റോഡ്. അത് MG റോഡ്. കാര്യം പറഞ്ഞാൽ അപ്പോൾ ഇനി എന്നും ഇതിൽ പോകുമ്പോൾ എനിക്കെപ്പോഴും ഇങ്ങനെ നോക്കി കാണാം. കാര്യം ഞാൻ ഈ ഒരു സംരംഭത്തിൽ ഉണ്ടായിരുന്നല്ലോ രാജകുമാരി. അപ്പോൾ എനിക്ക് എൻ്റെ ഫ്രണ്ട്സിനാണെങ്കിൽ ഇങ്ങോട്ട് അതെ എന്ത് വെഡിങ്ങിനാണെങ്കിലും അതെ അതെ നല്ല സെലക്ഷൻ ആണ്. പിന്നെ ഇന്ന് തുടങ്ങിയുള്ളൂ, നല്ല സെലക്ഷൻ ആയിരിക്കും. കാര്യം ഷിയാസിക്കയുടെ മാരേജിന് ഇവിടെ ഡ്രസ് എടുക്കുന്നത് ഞാൻ അറിഞ്ഞില്ലല്ലോ. എന്റെ പൊന്നു ചെങ്ങായി, ഞാൻ ഇപ്പൊ കല്യാണം കഴിക്കാൻ പ്ലാൻ ഒന്നുമില്ല. ഈ അനുവിന്റെ കല്യാണം കഴിഞ്ഞിട്ട് അവളുടെ കുട്ടിയുടെ കല്യാണം കഴിഞ്ഞിട്ടാണ് എന്റെ കല്യാണം. അപ്പോഴും ഞാൻ മമ്മൂക്കനെ പോലെ എങ്ങനെ ഉണ്ടാവുന്നതാണ് എന്റെ മനസ്സിൽ തോന്നുന്നത്. സന്തോഷല്ലേ? അപ്പൊ ഷിയാസിന്റെ കല്യാണം ഉടനെ കാണും. അനുവിന്റെ കല്യാണം കഴിഞ്ഞിട്ട് അവളുടെ കുട്ടിയുടെ കല്യാണം അനുവിന്റെ ചിലവാണ് ഈ വെഡിങ് മറ്റേ വെഡിങ് സാരിയും എനിക്കൊരു പ്രശ്നമില്ല. അല്ല അനുവാണ് എടുത്തു കൊടുക്കുന്നത്. അവള് ഇഷ്ടംപോലെ പൈസ ഉണ്ട്. കാര്യം ഗോൾഡൊക്കെ എടുത്തു കൊടുക്കുന്ന അനുവാണോ? ഗോൾഡ് അവർക്ക് ഗോൾഡിന്റെ ആവശ്യമില്ല. കാര്യം രാജകുമാരി ഉള്ളപ്പോ ഗോൾഡിന്റെ ആവശ്യമില്ലല്ലോ, നമുക്ക് തരുമല്ലേ. ഞങ്ങൾ ഗോൾഡ് എടുക്കുന്ന രാജകുമാരി എന്നാണല്ലോ. അതെ, ഷിയാസിന്റെ കല്യാണത്തിന് മേക്കപ്പ് പോലും രാജകുമാരിയുടെ മേക്കപ്പ് പ്രോഡക്റ്റ് പോലും അതെ എല്ലാ ഐറ്റംസും അനുവിന്റെ. ഞാൻ ട്രിവാൻഡ്രം വന്നപ്പോ ഫസ്റ്റ് രാജകുമാരിയുടെ ഫോട്ടോസിലെല്ലാം അനുവിന്റെ ആയിരുന്നു ഇങ്ങനെ കാണുന്നത് അല്ലേ? അനു അതെ അപ്പൊ അനുവിന്റെ ഫോട്ടോസ്. അപ്പൊ അങ്ങനെയാണ് ഞാൻ രാജകുമാരി ഓൾറെഡി ഞാൻ ഇങ്ങനെ ഞാൻ ഈ രാജകുമാരി ഫസ്റ്റ് വരുന്നത് ഇവിടത്തെ ഒരു ആഡ് ഷൂട്ടിന് വേണ്ടിട്ടായിരുന്നു. അതിന് മുന്നേ നാദർശിക്ക നിൽക്കുന്നു. നാദർശിക്ക എല്ലാവരും ഞാനാണ് പരിചയപ്പെടുത്തുന്നത്. ഇതിപ്പോ നാദർശിക്ക ഞങ്ങക്ക് വർഷങ്ങളായിട്ട് പരിചയമുള്ളതാണ് ലൈക്ക. അതെ അതെ എന്താ രാജകുമാരിയുടെ എന്താ പറയുക ഒരു പാർട്ട്ണറാണെന്ന് അറിയാം. എന്നാൽ പോലും ഒരുപാട് വർഷങ്ങളായിട്ട് പരിചയമുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ ഒരു ആഡ് ഷൂട്ടിന് വരുന്നത്. ഞാൻ ഇവിടെ സ്ഥിരമായി പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തിക്കൂടെ? പ്രിയപ്പെട്ട ഇതാണ് മറ്റേ മിമിക്രി ചെയ്യുന്ന നാദർശിക്കല്ല, അതെ രാജകുമാരി. രാജകുമാരി എന്ന് പറയുന്നത് നമ്മുടെ ടീം വർക്കാണ്. അതായത് നമ്മുടെ ചെയർമാനാണ് സഫീറിക്ക, അത് ബ്രദറാണ് ഷാജഹാനിക്ക, ഡയറക്ടറാണ്. അനു ഞങ്ങളുടെ മോൾ അനുമോൾ. ഷിയാസിക്കയുടെ കാര്യം പറഞ്ഞു കല്യാണത്തിന്. ഏതാണ് ഈ യൂട്യൂബ് ചാനല് തമ്മിലെ ഷിയാസിന്റെ കല്യാണം? സത്യസന്ധമായിട്ട് പറയാം, ഷിയാസ്ക്ക് ഇപ്പോഴൊന്നും കല്യാണം കഴിക്കുന്നില്ല. പക്ഷേ കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ ഡ്രസ് അത് ഷുവറായിട്ട് കാര്യം പറഞ്ഞാൽ അതിന് ആദർശിക്കേണ്ടത് ഓൾറെഡി പറയാനുള്ള കാര്യമാണ്. കാര്യം പറഞ്ഞാൽ ഭയങ്കര ബാർഗനാണ്. എന്താ വേണ്ടി ആരും ബാർഗൻ ചെയ്യുന്നത് കാശുള്ളവർ ബാർഗൻ ചെയ്യും, അല്ലാത്തൊരു ഞാൻ പൈസ കൊടുത്ത് റെഡി പൈസ കൊടുത്ത് വാങ്ങുന്നത്. കാര്യം എന്റെ പൈസ ഇല്ല. ഭയങ്കര ബാർഗനാണ്. അല്ല നാദർശിക്ക എന്നെ ഡിസൈൻ ചെയ്ത് ഷിയാസ്ക്ക് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഓൾറെഡി എന്റെ ഇതിനെപ്പറ്റി സംസാരിച്ചു. നമ്മള് ജ്വല്ലറി കൊടുക്കാൻ നമുക്ക് പോട്ടിക്കുള്ളത് കൊണ്ട് നിങ്ങൾ ആരും വിഷമിക്കേണ്ട. തമ്പുരായിരുന്നല്ലേ, തമ്പുരു കഴിഞ്ഞ ദിവസം നമ്മുടെ ഓർണമെന്റ്സ് ഒക്കെ സെലക്ട് ചെയ്യാൻ വേണ്ടിട്ട് വന്നിട്ടുണ്ടായിരുന്നു വെഡിങ്ങിന് വേണ്ടിട്ട്. ആളുടെ വെഡിങ് എന്നാണ്? വെഡിങ് സെപ്റ്റംബർ 11. എല്ലാരും വിളിച്ചിരുന്നു സെപ്റ്റംബർ. എന്റെ കല്യാണത്തിന് കാര്യം പറഞ്ഞില്ലല്ലോ. കല്യാണത്തിന് വേണ്ടിയിട്ടും വേണ്ടിട്ടും ഡ്രസ് ഇവിടെ ഞാൻ പറഞ്ഞായിരുന്നു. പയ്യൻ റെഡിയായിട്ടില്ല, ചെയ്തിട്ടില്ല. കല്യാണം അതിന് ഫിക്സ് ചെയ്തു ഡേറ്റ് ഒക്കെ. പക്ഷെ കല്യാണം ചക്കൻ റെഡി ആയിട്ടില്ല, കണ്ടുപിടിച്ചില്ല. ഇവിടൊക്കെ നോക്കുന്നുണ്ട്, അന്വേഷണത്തിലാണ്. അതെ അന്വേഷണത്തിലാണ്. ഓക്കെ, താങ്ക് യു. കല്യാണം എന്നാണ് ഈ വരുന്ന സെപ്റ്റംബർ 11-നാണ്. വളരെ സന്തോഷം. എന്നെ ഇവിടെ നാദർശിക്കാണ് വിളിക്കുന്നത് ആദ്യമായിട്ട്. രാജകുമാരി ഞാൻ വിസിറ്റ് ചെയ്യുന്ന ഫസ്റ്റ് ടൈമാണ്. സത്യം പറഞ്ഞാൽ ഇവിടുത്തെ കസ്റ്റമർ സർവീസ് ഭയങ്കര രക്ഷയില്ല. എനിക്ക് ഒത്തിരി ഇഷ്ടമായി. ഞാൻ ഇവിടെ നിന്ന് ആക്ച്വലി ഗോൾഡ് എടുക്കാനല്ല വന്നത്, പക്ഷേ ഇവിടെ വന്ന് ഇവിടുത്തെ ആംബിയൻസും ഇവിടുത്തെ എല്ലാം കണ്ടപ്പോൾ എനിക്ക് ഇവിടെ നിന്ന് തന്നെ എടുക്കാനേ തോന്നിയുള്ളൂ. അതുകൊണ്ട് നാദർശിക്ക ഭയങ്കര സപ്പോർട്ടീവാണ്, ഭയങ്കര സ്നേഹമാണ്. എന്നെ ഇവിടെ ഇൻവൈറ്റ് ചെയ്ത നാദർശിക്കയാണ്. എല്ലാം ഇവിടുത്തെ ക്രൂസ് എല്ലാവരും നല്ല നല്ല സപ്പോർട്ടീവാണ്. കല്യാണത്തിനെ പറ്റി ഒന്ന് പറയും.
കല്യാണത്തിന് എവിടെ വെച്ചിട്ടാണ് റഷാജ് റോയൽ കൺവെൻഷൻ സെന്ററിൽ വെച്ചിട്ടാണ്. ചെമ്പകമംഗലം റഷാജ് റോയൽ കൺവെൻഷൻ സെന്ററിൽ വെച്ചിട്ടാണ് കല്യാണം. അപ്പൊ എല്ലാവരും വരണം, ഇത് കാണുന്ന എല്ലാവരും വരണം കല്യാണത്തിന്. എല്ലാവരും ഞാൻ ഔദ്യോഗികമായിട്ട് വെൽക്കം ചെയ്തിരിക്കുന്നു. ഇനിയും ആരെങ്കിലും നിങ്ങളുടെ പേര് അഡ്രസ് മൊബൈൽ നമ്പർ മെൻഷൻ ചെയ്ത് ലീഫ്ലെറ്റ് ഇടാനുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഇടുക. അപ്പൊ നമുക്ക് എല്ലാവർക്കും നല്ലൊരു കയ്യടി കൊടുത്തോണ്ട് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. നമ്മൾ ഇത്രയും നേരം കാത്തിരുന്നത് ആരുടെ കഥകൾ അല്ലെങ്കിൽ ആരുടെ വിശേഷം. നല്ല സന്തോഷം. രാജകുമാരുടെ ഫാമിലി അംഗം കൂടിയാണ് ഞാൻ. ഓൾമോസ്റ്റ് എല്ലാ ഫംഗ്ഷനും ഉണ്ടാവാറുണ്ട്. നെയ്യാറ്റിൻകര ക്യാമറ ഞാൻ സൂം ചെയ്ത് കാണിച്ചു നോക്കൂ, ഇത് വായിക്കാൻ